നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖവും സമാധാനമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കുമാരനാശാൻ്റെ പ്രിയദർശനം എന്ന കവിതയാണ് നമ്മൾ അവസാനം പഠിച്ചത്. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. അമ്മയില്ലാത്ത വീട്, അമ്മയില്ലാത്ത വീട്, ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ. ആരുടെ വരികളാണെന്ന് പറയാമോ? കുട്ടികളുടെ കൂട്ടുകാരനായി കുട്ടേട്ടൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കവി നമുക്കുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു വരികളിലൂടെ വലിയ ആശയപ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ആ കവി മറ്റാരുമല്ല, കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ വരികളാണ് ഞാനിവിടെ പറഞ്ഞത്. അമ്മയില്ലാത്ത വീട്, അമ്മയില്ലാത്ത വീടുകൾ, ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ. അമ്മയുടെ വാത്സല്യം ചേരുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്, അല്ലെങ്കിൽ കുടുംബമാകുന്നത്. അതല്ലെങ്കിൽ അതൊരു വെറും ഒരു താമസ സ്ഥലം മാത്രമേ ആകുന്നുള്ളൂ. അതിൽ അമ്മയ്ക്ക് ജീവിതത്തിൽ നൽകേണ്ട പ്രാധാന്യമാണ് കുഞ്ഞുണ്ണി മാഷ് ഈ വരികളിലൂടെ പ്രകടമാക്കിയത്. എന്നാൽ ഇന്നത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും അമ്മമാർക്ക് വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും പരിചരണവും എല്ലാം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെക്കാളും അതീവ ശ്രദ്ധയുള്ള ആളാണ് അമ്മ. എന്നാൽ നമ്മൾ ആരെങ്കിലും അമ്മയ്ക്ക് സുഖമാണോ, ഇനി അമ്മ ഭക്ഷണം കഴിച്ചോ, ഇതെന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കുന്നവരുണ്ടാവാൻ ഇല്ലെന്നല്ല, എന്നാലും അന്വേഷിക്കാറുണ്ടോ? അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ അമ്മയ്ക്കുള്ള പ്രാധാന്യം വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ആധുനിക തലമുറ. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട, അല്ലെങ്കിൽ അത് ആ അമ്മമാർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന പ്രമേയത്തെ ആധാരമാക്കി രചിക്കപ്പെട്ട ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ. സമകാലിക കവികളിൽ ഒരു പുതിയ കാവ്യസരണിയിലൂടെ സഞ്ചരിക്കുന്ന കവിയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. പഴമയും പുതുമയും ഒത്തുചേർന്ന ഒരു പുതിയ കാവ്യമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. താളവും ഈണവും ഒത്തിണങ്ങിയ വൃത്തനിബദ്ധമായ രചനാശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ 2013 കവിതാ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതു മുതൽ ആസ്വാദകരുടെയും നിരൂപകരുടെയും സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ. അമ്മയുടെ സ്നേഹവും വാത്സല്യവും നുണയേണ്ട ബാല്യം പോലെ തന്നെയാണ് സ്നേഹവും ദയാപൂർണമായ പരിചരണവും എല്ലാം ലഭിക്കേണ്ട വാർദ്ധക്യവും. എന്നാൽ ഇന്ന് ക്ഷേത്ര സംഗീതങ്ങളിലോ അനാഥാലയങ്ങളിലോ തെരുവോരങ്ങളിലോ വലിച്ചെറിയപ്പെടുകയാണ് വാർദ്ധക്യം. നിസ്സഹായ വാർദ്ധക്യം പേറുന്ന അമ്മത്തൊട്ടിൽ എന്ന കവിതയിലേക്ക് നമുക്ക് കടക്കാം. അമ്മത്തൊട്ടിൽ. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റു വറ്റിവരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാൽ എന്നോർത്തു പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടുന്നു. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തൊരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്ത് ആ പടി ഓരോന്നും കയറിക്കിതച്ചതും. അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് ഇപ്പോഴില്ല. കുട്ടി ഏകാന്തത കണ്ണുകൊട്ടിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും
ഇച്ചിയതാര് കരിഞ്ഞൊരിക്കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയാൽ എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതോ? ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്ന ഗന്ധം. ഒന്നിനും കൊള്ളരുതത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ. വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടക്കാതെ വെച്ചമ്മ നിർദ്ദയം. അമ്മയെ ഉപേക്ഷിക്കാനായി മകൻ വണ്ടിയിൽ കയറ്റിയിരുത്തി. എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നോ എന്തിനെന്നോ അമ്മ ചോദിച്ചില്ല. ഉണങ്ങി വരണ്ട ചുള്ളി പോലുള്ള കൈകൾ മാറിൽ ചേർത്ത് വയ്ക്കുകയും പിഞ്ഞാണവർണ്ണമായ കണ്ണുകൾ അടച്ചു തുറക്കുകയും ചെയ്തു. വലിയ മാളിന്റെ സമീപം ഉപേക്ഷിക്കാനാഞ്ഞപ്പോൾ അവിടെ പെറ്റുകിടന്ന പട്ടി കുരച്ചു ചാടി. കുട്ടിക്കാലത്ത് ആശുപത്രിയിൽ വെച്ചുണ്ടായ അനുഭവത്തിന്റെ സ്മരണകൾ അതിൽ നിന്ന് ആ മകനെ പിന്തിരിപ്പിച്ചു. വിദ്യാലയ മുറ്റത്ത് കൊണ്ടു തള്ളാമെന്നോർത്തു. അപ്പോഴാണ് ആദ്യ ദിവസം തന്നെ, വിദ്യാലയത്തിൽ പോയ ആദ്യ ദിവസം തന്നെ അമ്മ ശടിച്ച് കരഞ്ഞ മകനെ കാത്ത് അമ്മ ഉച്ചയാവോളം ആ വിദ്യാലയത്തിന്റെ പുറത്ത് കാത്തു നിന്നത്. അതുകൊണ്ട് ആ ശ്രമവും ഉപേക്ഷിച്ചു. പിന്നീട് മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത് അമ്പലമുറ്റത്താണ്. അമ്മ ഒരുപാട് ശാഠ്യം പിടിച്ച് ബഹളം വെച്ചതാണ് ഒരു ദിവസം അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന്. അവിടെ ചെന്ന് ഉപേക്ഷിക്കാമെന്ന് കരുതുമ്പോഴാണ് ഈശ്വരൻ നല്ല ബുദ്ധി തോന്നിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അവസാനം ജില്ലാശുപത്രിയുടെ സമീപം ഉപേക്ഷിക്കാമെന്നോർത്തു. പക്ഷേ അപ്പോഴും മകൻ്റെ മനസ്സിലേക്ക് ദുഃഖാതുരമായിട്ടുള്ള ഓർമ്മ ഓടി വരികയാണ്. അമ്മ സുഖമില്ലാതെ കിടന്ന മകനെയും എടുത്തുകൊണ്ട് അമ്മ വിദ്യാലയത്തിൻ്റെ മുറ്റം ഓടിക്കിതച്ചതും അന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കരഞ്ഞ മകനെ ആശ്വസിപ്പിച്ചതുമെല്ലാം. അങ്ങനെ എവിടെയും ഉപേക്ഷിക്കാൻ പറ്റാതെ വന്ന മകന് തലയ്ക്കകത്ത് എന്തോ പെരുപ്പ് കയറുന്നു എന്നാണ് കവിയുടെ വാക്കുകൾ തന്നെ. അങ്ങനെ എങ്ങും ഉപേക്ഷിക്കാനാവാതെ മകൻ കാറിൻ്റെ പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അമ്മ ഇപ്പോഴും അവിടെ നിശബ്ദം ചരിഞ്ഞ് മയങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അമ്മ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്നു. ആ അമ്മ നിത്യനിദ്രയിലേക്ക് പോയി. ഇനി കവിതയിലേക്ക് നോക്കാം. അമ്മത്തൊട്ടിൽ. പിൻസീറ്റിൽ എത്രയ്ക്കും നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. കാറിൻ്റെ പിൻസീറ്റിൽ അമ്മയെ കയറ്റിയിരുത്തി. അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് കൊണ്ടുപോവാണ്. കാറിൻ്റെ പിൻസീറ്റിൽ കയറ്റിയിരുത്തി. ഭാര്യയുടെ നിർബന്ധം കാരണമാണ് അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. എത്രയോ നിഷ്കരുണമായ പ്രവൃത്തിയാണ് ഈ മകൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മയെ പിൻസീറ്റിൽ കയറ്റിയിരുത്തി ഉപേക്ഷിക്കാൻ കൊണ്ടുപോവാണ്. ഒരുപക്ഷെ കാറിൻ്റെ പിൻസീറ്റിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ തന്നെ പിൻസീറ്റിലാണ് അമ്മയെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അമ്മമാരെ മക്കൾ ഇരുത്തുന്നത്. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞും മടങ്ങിയിരുന്നമ്മ. പിൻസീറ്റിൽ എത്ര നിവർത്തി ഇരുത്തിയിട്ടും അമ്മയ്ക്ക് നേരെ നിവർന്നിരിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അമ്മ അതിൻ്റെ ഒരു വശം ചെരിഞ്ഞ് മടങ്ങിയിരുന്നു. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ. ജീവിതത്തിൽ മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് അമ്മമാർ. അങ്ങനെ നീരറ്റുപോയ ആ കൈച്ചുള്ളികൾ എന്ന് തന്നെ പറഞ്ഞിരിക്കണം. കൈയെ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളോട് ഉപമിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതമാകുന്ന ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചതിൻ്റെ പ്രതീകമായിട്ട് ശരീരത്തിലെ ഊർജമെല്ലാം വറ്റി വരണ്ടു. അങ്ങനെ കൈകൾ ഒരുപക്ഷെ ഒരു കാലത്ത് യൗവനാവസ്ഥയിൽ അതിസുന്ദരിയായിരുന്ന അമ്മ ഇന്ന് വാർദ്ധക്യത്തിൽ അവശയായിരിക്കുന്നു. അമ്മയുടെ ശാരീരികമായ അവശതയെ കാണിക്കാനാണ് കൈച്ചുള്ളികൾ എന്നുള്ള പ്രയോഗം. കൈ ഉണങ്ങി വരണ്ടു, കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നിവർത്താൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അത്രത്തോളം അവശയാണ് അമ്മ. ആ കൈകൾ മാറിൽ ചേർത്ത് പിണച്ചു വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. കാറിൻ്റെ പിൻസീറ്റിൽ കയറ്റി ഇരുത്തിയിട്ടും അമ്മ ചോദിച്ചില്ല എവിടേക്ക് കൊണ്ടുപോകുന്നു, എന്തിന് കൊണ്ടുപോകുന്നു എന്നോ ഒരിക്കൽ പോലും അമ്മ ചോദിച്ചില്ല.
പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവൾ. അമ്മയുടെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണത്തോടാണ് കവി ഉപമിക്കുന്നത്. ഉപയോഗിക്കും തോറും നിറം കെട്ടുപോകുന്നതാണ് പിഞ്ഞാണം. അമ്മയുടെ കണ്ണുകൾ ചൈതന്യവും സൗന്ദര്യവും ചൈതന്യവും ജ്വലിക്കുന്നവയായിരുന്നു അമ്മയുടെ കണ്ണുകൾ. എന്നാൽ കാലത്തിൻ്റെ പ്രയാണത്തിൽ ആ കണ്ണുകൾ ഇന്ന് മങ്ങിപ്പഴകിയ പിഞ്ഞാണം പോലെ ആയിരിക്കുന്നു. അത് പീള കെട്ടി അടഞ്ഞ കണ്ണുകൾ വളരെ പണിപ്പെട്ടാണ് അമ്മ വലിച്ചു തുറക്കുന്നത്. അമ്മ അത്രത്തോളം അവശയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അമ്മ വളരെയധികം അവശയാണെന്ന് കാണിക്കുന്നു. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടി കുതിക്കുന്നു. തെരുവീഥികളെല്ലാം വിജനമായി. ഒരു രാത്രി സമയത്താണ് അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് മകൻ കൊണ്ടുപോകുന്നത്. തെരുവുകളെല്ലാം വിജനമായി, ശാന്തമായി ഉറങ്ങുന്ന തെരുവുകൾ. അവിടെ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ആകാശഗോപുരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് തെരുവിലെ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെയാണ്. അതിനാണ് ആകാശഗോപുരങ്ങൾ എന്ന് ഉപമിക്കുന്നത്. ഗോപുരങ്ങൾക്ക് ഷോപ്പിംഗ് മാളിൻ്റെ താഴെയാണ് അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഈ വലിയ മാളിൻ്റെ അതോ പെരുമാളിൻ്റെയോ തൊട്ടടുത്തായിട്ടിറക്കിയാൽ എന്നോർത്തു. ആ വലിയ ഷോപ്പിംഗ് മാളിന് സമീപം അമ്മയെ ഇറക്കി വിട്ടാലോ, അമ്മയെ എന്നേക്കുമായി അവിടെ ഇറക്കി വിട്ടാലോ എന്നോർത്തു. അപ്പോഴാണ് പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അവിടെ തെരുവ് നായ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. കുട്ടികളുമായിട്ട് തെരുവ് നായ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ആ നായ ഉടനെ കുരച്ചു ചാടി. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു തെരുവ് പട്ടിക്ക് പോലും തൻ്റെ മക്കളോട് അമിതമായ അതിരറ്റ വാത്സല്യമുണ്ട്. ആ ഒരു സ്നേഹവും പരിചരണവും പോലും ഇവിടെ മനുഷ്യൻ സ്വന്തം അമ്മയോട് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ തെരുവ് പട്ടിക്ക് എന്തൊരു ഊറ്റം. പ്രസവിച്ച് കിടക്കുന്ന നായ്ക്ക് ശൗര്യം കൂടും. കാരണം തൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക. ഇവിടെ മകനാണെങ്കിലോ നിഷ്കരുണം അമ്മയെ ആ ഷോപ്പിംഗ് മാളിന് സമീപം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഈ പട്ടി കുരച്ച് ചാടിയതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. വീണ്ടും ആ ശ്രമം ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകൾ ഉണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരിരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടോടി പടി ഓരോന്നും കയറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അവിടെ തെരുവുപട്ടി കുരച്ചാടിയതുകൊണ്ട് ഷോപ്പിംഗ് മാളിന് സമീപം ഉപേക്ഷിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. വീണ്ടും മുന്നോട്ട് പോയി. പിന്നീട് ജില്ലാ ആശുപത്രിയുടെ സമീപത്ത് അവിടെ ഇറക്കി വിടാമെന്ന് ഓർത്തു. ജില്ലാ ആശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. അവിടെ ഒരു രാക്കട രാത്രിയിൽ തുറന്ന് പ്രവർത്തിക്കുന്ന കട, ഒരു കൊച്ചു കട അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2-3 ആളുകൾ ഉണ്ടെങ്കിൽ ഉറക്കച്ചടവോടുകൂടി അവിടെ 2-3 ആളുകൾ ഇരിപ്പുണ്ട്. എങ്കിലും അതിൻ്റെ പിന്നിൽ ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ജില്ലാശുപത്രിയുടെ പിന്നിലായിട്ട് ഇരുളടഞ്ഞ ഒരു ഇടമുണ്ട്. എന്നാൽ പിന്നെ അമ്മയെ അവിടെ ഇറക്കി വിടാമെന്നോർത്തു. ഒഴിവ് കനത്തൊരിരുളിടം, ഒഴിഞ്ഞ ഒരു ഇരുണ്ട സ്ഥലം അവിടെ ഉണ്ട്. അവിടെ ഇറക്കി വിടാം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. അപ്പോഴാണ് മകൻ്റെ മനസ്സിലേക്ക് ഒരു വേദന, നീറിപ്പിടയുന്ന ഒരു ഓർമ്മ കടന്നു വരുന്നത്. പടികളിൽ എന്തോ തടഞ്ഞുപോയി. പടികളിൽ തടഞ്ഞു എന്ന് പറഞ്ഞാൽ മകൻ്റെ മനസ്സിൽ തടഞ്ഞു, ഒരു ഓർമ്മ തടഞ്ഞു. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടോടി പടി ഓരോന്നും കയറിക്കിതച്ചതും. പണ്ട് പനി പിടിച്ചു കിടന്നപ്പോൾ അമ്മ മകനെയും എടുത്തുകൊണ്ട് ആശുപത്രിയുടെ പടികൾ ഓടി കയറിയതും ആ ഓർമ്മ വരെയാണ്. അമ്മ പണ്ട് പനിച്ചു കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ ആശുപത്രിയുടെ പടികൾ കിതച്ചുകൊണ്ട് ഓടി ചെന്നതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അന്ന് പനി മാറാൻ ഇഞ്ചക്ഷൻ എടുത്ത അതുപോലെ ഒരു വേദന അന്ന് ശരീരത്തിലാണെന്ന് വേദനിച്ചതെങ്കിൽ ഇന്ന് മനസ്സിലൊരു വേദന കടന്നു പോകുന്നു. തന്നെ എടുത്തുകൊണ്ട് അമ്മ അന്ന് ഓടിക്കിതച്ചത് ഇപ്പോൾ താൻ അവിടെ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണല്ലോ എന്നോർത്ത് മനസ്സപ്പം അല്ലാതെ വേദനിച്ചു. ആ ശ്രമവും അവിടെ ഉപേക്ഷിച്ചു. പിന്നെയും മുന്നോട്ട്
വെട്ടം ഇപ്പോളില്ല, കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമൊന്നുണ്ടിനി. പിന്നെയും കാറ് മുന്നോട്ട് പോയി. വെട്ടം ഇപ്പോളില്ല, കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റം. എന്നാൽ പിന്നെ ഇനി വിദ്യാലയത്തിന്റെ മുറ്റത്ത്, വിദ്യാലയത്തിന് സമീപം, സ്കൂളിന് സമീപം ഇറക്കി വിടാമെന്ന് ഓർത്തു. അപ്പോഴാണ് വീണ്ടും അവിടെ ഓർമ്മകളുടെ തിരയേറ്റം മനസ്സിലേക്ക് വരുന്നത്. കുട്ടി ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയ മുറ്റത്ത്. വളരെയധികം ഓർമ്മകൾ ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വിദ്യാലയ സ്മരണകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യമായിട്ട് വിദ്യാലയത്തിൽ പോയത്, അമ്മയുടെ കൈ പിടിച്ച് വിദ്യാലയത്തിൽ പോയത്, അവിടെ അമ്മയുടെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് കരഞ്ഞത്, ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ വിദ്യാലയ മുറ്റത്ത് ഇറക്കി വിടാമെന്ന് ഓർത്തു. അപ്പോഴാണ് വീണ്ടും ഓർമ്മകൾ ഓടിയെത്തുന്നത്. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയോ ചുറ്റുമതിലിൽ പുറത്തു നിന്നതും. അമ്മയുടെ കൈപിടിച്ച് ആദ്യമായിട്ട് സ്കൂളിൽ ചെന്നപ്പോഴാണ് അമ്മയുടെ കൂടെ പോകണം, തിരിച്ചു പോകണം, സ്കൂളിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞതും, ശാഠ്യം പിടിച്ച് കരഞ്ഞത്. അമ്മയാണെങ്കിലോ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ക്ലാസ് മുറിയിലേക്ക് പോയ മകനെ ഓർത്ത് ആദ്യ പിടിച്ച് വേദനിച്ച് സ്കൂളിന്റെ മതിലിന് പുറത്ത് ഉച്ചവരെയും കാത്തു നിന്നത്, അതൊക്കെ ഓർത്തു വരികയാണ്. ആ അമ്മയെയാണല്ലോ താൻ ഉപേക്ഷിക്കാൻ പോകുന്നത്, നിഷ്കരുണം ഉപേക്ഷിക്കാൻ പോകുന്നത് എന്നോർത്ത് വീണ്ടും ആ ശ്രമവും ഉപേക്ഷിച്ചു. ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാരി കരിഞ്ഞൊരിക്കൈകളോ പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകയാൽ. ചങ്കിൽ കരച്ചിൽ, മനസ്സിലൊരു കരച്ചിൽ കുരുങ്ങി നിന്നു. അപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള, വിദ്യാലയത്തിന് മുറ്റത്ത് അമ്മയെ ഉപേക്ഷിക്കാനുള്ള ശ്രമവും ഉപേക്ഷിച്ചു. അങ്ങനെ ഓരോരോ ഓർമ്മകൾ ഓരോ സ്ഥലത്തു നിന്ന് മകനെ പിന്തിരിപ്പിക്കുന്നു. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ. ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ആരാണ് മുന്നിൽ, പുറത്തേക്കായി അശാന്തനായ ഈശ്വരൻ. കാറ്റുകൊള്ളാൻ ഇറങ്ങിയോ. വിദ്യാലയമുറ്റത്ത് ഉപേക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും മുന്നോട്ട് പോകണം. അപ്പം എങ്ങനെ കൊണ്ടിറക്കേണ്ടു, ഇനി എവിടെയാണ് അമ്മയെ കൊണ്ട് ഉപേക്ഷിക്കേണ്ടത്? മകന് ഒരു വ്യാകുലതയായി, ഇനി എവിടെ കൊണ്ട് ഇറക്കും? സ്വയം ബുദ്ധി കെട്ടു കരുന്തിരിയാളും വരെ അവർ. ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ബുദ്ധി കെട്ട് കരുന്തിരിയാളും വരെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അവശയായ അമ്മ, അവരുടെ പ്രജ്ഞ നശിക്കും വരെ, ബുദ്ധി നശിക്കും വരെ, ഓർമ്മ നഷ്ടപ്പെടും വരെ അവര് ശാഠ്യം പിടിച്ച് കരഞ്ഞത് എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നായിരുന്നു. വാർദ്ധക്യത്തിൽ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതാണ് മക്കളുടെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും അത് അവഗണിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ അമ്മയും അങ്ങനെയാണ്. അമ്മയ്ക്ക് അവസാനമായിട്ട് അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല. മകന് ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ അമ്മ അവസാനം വരെ, അമ്മ ബുദ്ധി നശിക്കും വരെ അമ്മ ശാഠ്യം പിടിച്ച് കരഞ്ഞത് അമ്പലത്തിൽ കൊണ്ടുപോയിടണമെന്നായിരുന്നു. എന്നാൽ പിന്നെ ഇനി അവിടെ തന്നെ ആവാം, അമ്മയുടെ അവസാന കാലം ആ ക്ഷേത്രമുറ്റത്ത് തന്നെ ആവാമെന്ന് കരുതി അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോഴാണ് ആരാണ് മുന്നിൽ, പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാൻ ഇറങ്ങിയോ. അവിടെ വെച്ച് മുന്നിലൊരു ആൾരൂപം പോലെ കാണുകയാണ്. ഇനി ഈശ്വരനാണോ, ശ്രീകോവിലിന് മുന്നിലേക്ക് ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണോ, ഏകാന്തതയിൽ ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണോ എന്ന് മകന് തോന്നുകയാണ്. മകന്റെ മനസ്സിന്റെ ഒരു വേദനയിൽ നിന്നുള്ള വിഭ്രാന്തിയിലാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഈശ്വരൻ ഒരുപക്ഷെ നല്ല ബുദ്ധി തോന്നിച്ചു എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. അമ്മയെ ക്ഷേത്രമുറ്റത്ത് ഉപേക്ഷിക്കാനുള്ള മകന്റെ ആ ഒരു മാനസികാവസ്ഥ, അതിൽ ഈശ്വരൻ മകനൊരു നല്ല ബുദ്ധി കൊടുത്തു എന്ന് അർത്ഥമെടുക്കാം. ആ ശ്രമവും ഉപേക്ഷിച്ചു. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടന്ന ചൂട്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. തണുത്ത് അമ്മയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തണുപ്പ് തോന്നിയപ്പോൾ മകൻ കാറിൻ്റെ ചില്ല് ഉയർത്തി വെച്ചു. വീണ്ടും അവിടെ മകനെ തേടി അമ്മയുടെ ഓർമ്മകൾ വരികയാണ്. മകനെ തേടി വീണ്ടും മകൻ്റെ മനസ്സിലേക്ക് ഓർമ്മകളുടെ ഒരു വേലിയേറ്റം തന്നെ ഇവിടെ സംഭവിക്കുന്നു. ചില്ല് ഉയർത്തി വെച്ചപ്പോൾ ഓർത്തു, കുട്ടിയായിരുന്നപ്പോൾ മകന് തണുക്കാതിരിക്കാൻ വേണ്ടി അമ്മ കരിമ്പടം കൊണ്ട് പുതപ്പിച്ച് സ്വന്തം വയറിനോട് ചേർത്ത് കിടത്തിയത്. അമ്മയുടെ ചൂട് പറ്റിക്കിടന്ന്, അമ്മയുടെ വയറിൻ്റെ ചൂട് പറ്റിക്കിടന്ന നനുത്ത ഓർമ്മ മകൻ്റെ മനസ്സിലേക്ക് വരികയാണ്. മകനെ സംരക്ഷിക്കാനായിട്ട്, മകനെ ഒരു തണുപ്പൊന്നും പറ്റാതെ അല്ലെങ്കിൽ മകനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അമ്മ മകനെ കുട്ടിക്കാലത്ത്
കരിമ്പടം പുതപ്പിച്ച് സ്വന്തം വയറിനോട് ചേർത്ത് കിടത്തി അമ്മയുടെ ചൂട് പറ്റി കിടന്നു മകൻ. ആ ഓർമ്മ ആ ഓർമ്മയാണ് ഇപ്പോൾ കാറിൻ്റെ ചില്ല് ഉയർത്തി വെച്ചപ്പോൾ അമ്മയ്ക്ക് തണുക്കുമല്ലോ എന്ന് ഓർത്തത്. കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. വീണ്ടും മകനിലേക്ക് അമ്മയുടെ ഗൃഹാതുര സ്മരണകൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. കാച്ചെണ്ണ തേച്ച് കുളിച്ച് രാവിലെ അമ്മ അടുക്കളയിൽ കയറി മകനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഓലക്കൊടികൾ അടുപ്പ് കത്തിച്ചിട്ട് മകന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഗന്ധം, അതെല്ലാം മകൻ്റെ ഓർമ്മയിലേക്ക് കൂടി വരികയാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം, മടങ്ങാതെ വയ്യ, തലക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീലയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഒന്നിനും കൊള്ളരുതാത്തതെന്നവൾ ഇന്നും പഴിച്ചേക്കാം. ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന ഭാര്യ നിരന്തരം ഈ മകനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയാണ് അമ്മയെ കൊണ്ട് ഉപേക്ഷിക്കാൻ നിരന്തരം മകനെ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് ഭാര്യ ഇന്ന് പഴി പറഞ്ഞേക്കാം, എന്നാലും വിഷമമില്ല, എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് മകൻ ഒരു തീരുമാനമെടുക്കുന്നു. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. തലയ്ക്കകത്തേക്ക് വല്ലാത്തൊരു പെരുപ്പ് കയറി വരുന്നു. പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു. അമ്മ പിൻസീറ്റിൽ മകൻ ഇരുത്തിയതുപോലെ പിൻസീറ്റിൽ വലത്തോട്ട് ചാഞ്ഞ് മയങ്ങിക്കിടക്കുകയാണ്. മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പിൻസീറ്റിൽ വലത്തോട്ട് പൂർണ്ണമായിട്ട് ചാഞ്ഞ് മയങ്ങിക്കിടക്കുകയാണ്. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. പീളയടിഞ്ഞ ആ കണ്ണുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. അപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച മകൻ, പക്ഷേ അമ്മ നിത്യനിദ്രയിലായിപ്പോയ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അമ്മ അപ്പോഴും ആ കണ്ണ് തുറന്നു വെച്ച് നിർദ്ദയം ഇരിക്കുന്നു എന്ന് പറയുന്നത്. അമ്മ എന്നേക്കുമായി അമ്മയുടെ കണ്ണുകൾ അടഞ്ഞില്ല, പക്ഷെ അമ്മയുടെ ആത്മാവ് നിത്യനിദ്രയിലായി. ആ കണ്ണ് അപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. അമ്മ മരണമടഞ്ഞുവെന്ന് അർത്ഥം. മകന് അവസാനം അമ്മയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാം എന്ന് കരുതിയ മകന്, പക്ഷെ അവിടെ അമ്മയെ ജീവനോടെ കാണാൻ കഴിഞ്ഞില്ല. അമ്മ എന്നേക്കുമായി മരണമടഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും പുതുതലമുറയുടെ മനുഷ്യത്വരാഹിത്യവും ലാഭേച്ഛയുമെല്ലാം അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട്. ഇങ്ങനെ സാമൂഹിക പ്രസക്തിയും സമകാലിക പ്രസക്തിയുമുള്ള ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ. എന്തുകൊണ്ടും ശ്രദ്ധേയമായ പ്രമേയമാണ് റഫീഖ് അഹമ്മദ് ഈ കവിതയിലൂടെ വരച്ചു കാട്ടുന്നത്. ഇത്രയുമാണ് ഈ അമ്മത്തൊട്ടിൽ എന്ന ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ തരുന്നതായിരിക്കും. നമസ്കാരം.